ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ നമുക്ക് ചീര ആവശ്യമുണ്ട് കേട്ടോ. ഇത് പാലക് ചീരയാണ്. മറ്റുള്ള ചീരയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് മുളകും ഉള്ളിയും ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം. ഇത് നല്ല ബ്രൗൺ ആയി പോകേണ്ട ആവശ്യമില്ല. ഏകദേശം ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റി കിട്ടിയാൽ മതി. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇത് നല്ല രീതിക്ക് തന്നെ വഴറ്റി കൊടുക്കാം. ഏകദേശം ഈ ഒരു പരുവമാവുമ്പോൾ നമുക്ക് അതിലേക്ക് ചീര ആഡ് ചെയ്യാം കേട്ടോ. ചീര നല്ലപോലെ ചെറുതാക്കി അരിയണം കേട്ടോ. ചീര ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീര ഇട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും അടച്ച് വെച്ച് വേവിക്കരുത്. കാരണം ഈ ചീരയിൽ നിന്ന് നല്ല രീതിക്ക് വെള്ളം ഇറങ്ങും കേട്ടോ. അതുകൊണ്ടാണ് ഇത് അടച്ച് വെച്ച് വേവിക്കാത്തത്. പിന്നെ അത് വറ്റിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അടച്ച് വെക്കാതെ ഇത് വേവിക്കുന്നത്. അതിന് ശേഷം ഏകദേശം ഈ ഒരു പരുവമാകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 3 മുട്ട ആവശ്യമുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട എടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലോട്ടാണ് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ തീ നല്ലപോലെ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. മുട്ട എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ വേണം കേട്ടോ ഇളക്കാൻ, അല്ലെങ്കിൽ ഇത് അവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് നല്ല രീതിക്ക് ചിക്കി എടുക്കണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ ചിക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. മുട്ട എല്ലാ ഭാഗത്തേക്കും എത്തണം. അതുകൊണ്ടാണ്. പിന്നെ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അതിൽ തന്നെ വെക്കണം കേട്ടോ.